പത്തനംതിട്ട തടിയൂരിലെ ഓട്ടോ സ്റ്റാൻഡിലെ 30 ഓട്ടോറിക്ഷകളുടെ അകമ്പടിയോടെയാണ് പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി തോമസ് ഐസക് റാന്നിയിൽ പര്യടനം നടത്തിയത്. തോമസ് ഐസക്കിന്റെ ശബ്ദം പാർലമെന്റിൽ ഉയരണം എന്നതാണ് ഇവരുടെ പക്ഷം. തടിയൂരിലെ ഓട്ടോ സ്റ്റാൻഡിലെ ചേട്ടന്മാരാണ് തോമസ് ഐസക്കിന് അകമ്പടി സേവിക്കുന്നത്. വ്യത്യസ്തമായ പ്രചരണം ഒരുക്കുന്നതിന് പിന്നിലും ഇവർക്കൊരു കാരണമുണ്ട്. ഈ നാടിന്റെ വികസനത്തിന്റെയും കരുതലിന്റെയും ശൃംഖലയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കർമ്മധീരനായ സാരഥി ഡോക്ടർ ടി.എം. തോമസ് ഐസക് ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ. ഞങ്ങൾ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ CATU തടിയൂർ യൂണിറ്റിൻ്റെ 10-25 മെമ്പേഴ്സ് ഇപ്പോൾ ഈ പര്യടനത്തിൽ ഞങ്ങളിതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. മുഴുവൻ സമയം ഞങ്ങൾ സഹാവിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 25 ഓട്ടോ ഇല്ലേ? 25 ഓട്ടോറിക്ഷയോളം ഇതിൻ്റെ തോമസ് ഐസക്കിനെ അനുഗമിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പര്യടനത്തോട് അനുഗമിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഈ ഇലക്ഷനൊക്കെ? എങ്ങനെ പോകുന്നു? ഇലക്ഷൻ നല്ല ചൂടായിട്ട് പോകുന്നു. ഞങ്ങൾ സജീവ പ്രവർത്തകരാണ് മുഴുവൻ സഖാക്കളും. ഞങ്ങളുടെ സഖാവിനെ ഞങ്ങൾ ജയിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അത് ഞങ്ങൾ ജയിപ്പിക്കുക തന്നെ ചെയ്യും. ഈ ഓട്ടോക്കാരാകുമ്പോൾ നിങ്ങളുടെ ഓട്ടോയിൽ വ്യത്യസ്തമായ ആളുകളൊക്കെ ഓട്ടോയിൽ വന്ന് യാത്ര ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം എന്താണ്? നിങ്ങളുടെ യാത്ര ചെയ്യുന്ന ആളുകളുടെയൊക്കെ എല്ലാവരുടെയും നല്ല അഭിപ്രായങ്ങളാണ്. ഐസക് സാറിനാണ് കൂടുതലും മുൻഗണന കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, നമ്മൾ തന്നെ വിജയിക്കും. നമുക്ക് തന്നെയാണ് വിജയ ഉറപ്പ് സുനിശ്ചിതം. കഴിഞ്ഞ ഇപ്പം ഞങ്ങളുടെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന പലരും പറയുന്നത് കഴിഞ്ഞ 15 വർഷക്കാലം ആൻ്റോ ആൻ്റണി പാർലമെൻറ്റിൽ പോയി മുട്ടിനിടയിൽ തലയും കുമ്പിട്ടിരുന്നിരിക്കുന്ന ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ വെളിച്ചം കാണാനായിട്ട് കുറേ ഐമാക്സ് ലൈറ്റും പിന്നെ ഇടവേളയിൽ ഇരിക്കാനായിട്ട് അവിടെ ഇടങ്ങളിലായിട്ട് കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും കൂടെ പണിത റോഡിൻ്റെ സൈഡുകളിൽ MP ആയിരുന്ന ആൻ്റോ ആൻ്റണിയുടെ കുറേ വെയിറ്റിംഗ് ഷെഡുകളല്ലാതെ അദ്ദേഹത്തിൻ്റെ വികസനമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ. ഈ പത്തനംതിട്ട ജില്ലയ്ക്ക് കാര്യമായ ഒരു വികസന പ്രവർത്തനം ഉണ്ടാക്കാൻ ആൻ്റോ ആൻ്റണി എന്ന് പറയുന്ന MP കൊണ്ട് സാധിച്ചിട്ടുള്ളത് സത്യമുള്ള കാര്യമാണ്. എന്തായാലും തടിയൂർ ഓട്ടോ സ്റ്റാൻഡിലെ ചേട്ടന്മാർ വലിയ ആവേശത്തിലാണ്. ഇത്തവണ തോമസ് ഐസക്കിനെ ജയിക്കുമെന്ന് തന്നെയാണ് ഇവർ പ്രവചിക്കുന്നത്. തടിയൂരിൽ നിന്ന് ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്.